ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിനെ കുറിച്ചിട്ടാണ്. സ്പെഷ്യൽ കോൺട്രാക്റ്റിലെ മറ്റൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഓണർഷിപ്പിലുള്ള പല പ്രോപ്പർട്ടീസും ഗുഡ്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വെക്കാനൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടീസ് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടെ ഒരു സ്പെസിഫിക് ടൈം പീരിയഡിലേക്ക് ഡെലിവറി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഡെലിവറിയെയാണ് ബെയിൽമെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ദ ബെയിൽമെൻറ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് വേർഡായുള്ള ബെയിലിയർ എന്നുള്ള വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ടു ഡെലിവർ എന്നുള്ളതാണ്. സോ ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. Bailment is the delivery of property or goods in trust to another for a special purpose and for a limited period. സോ ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ കുറച്ച് ഗുഡ്സ് നമ്മൾ മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സ്പെസിഫിക് ടൈം പീരിയഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 148 ബെയിൽമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. അവിടെ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷോൾ വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ഡെലിവറിങ് ദ. സോ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നത് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുകയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അവരുടെ ഓണർഷിപ്പിലുള്ള ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യും. ദെൻ അതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കും. സോ ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊടുത്ത വ്യക്തിക്ക് തിരിച്ച് കൊടുക്കുകയും ചെയ്യും. ദെൻ ചില കേസിൽ അത് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ ഡെലിവറി ചെയ്ത വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം. സോ ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ ഓണർഷിപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടെ കൊടുക്കും. ദെൻ അത് ആ ഉദ്ദേശം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പീരിയഡ് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഡെലിവറി ചെയ്ത വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്. ഇവിടെ രണ്ട് പാർട്ടീസാണ് ഉണ്ടാകുന്നത്, ബെയിലറും ബെയിലും. ആരാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അവരെ നമ്മൾ ബെയിലർ എന്ന് പറയും. സോ ബെയിലർ ആ പ്രോപ്പർട്ടീൻ്റെ ഓണറായിരിക്കും. ദെൻ ബെയിലി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ബെയിലി എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾസ് ഓഫ് ബെയിൽമെൻറ്റ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പല എക്സാമ്പിൾസുമാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ ചിലപ്പം അവിടുത്തെ ക്ലോക്ക് റൂമിൽ ഒരു സ്പെസിഫിക് ടൈം പീരിയഡ്ക്ക് വെക്കും. ദെൻ അത് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു വാങ്ങും. ദെൻ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങിയാൽ അത് സ്റ്റിച്ച് ചെയ്യാൻ ടൈലർ ഷോപ്പിൽ കൊടുക്കാറുണ്ട്. നമ്മുടെ ബുക്സോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക്, കാറ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് യൂസ് ചെയ്യാൻ കൊടുക്കും. ഇതൊക്കെ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിന് എക്സാമ്പിളാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ബെയിൽമെൻറ്റ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ ചില ഫീച്ചേഴ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീച്ചറാണ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശിക്കുന്നത് ഡെലിവറിയാണ്. സോ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിൽ ഒരു ഡെലിവറി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ആ ഡെലിവറി എന്ന് പറയുന്നത് ആക്ച്വലും ആവാം കൺസ്ട്രക്റ്റീവും ആവും. ചില കേസുകളിൽ നമ്മൾ ഗുഡ്സിൻ്റെ ഫിസിക്കൽ പൊസിഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. സോ അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാറോ ബൈക്കോ ഒക്കെ നമ്മൾ എന്തെങ്കിലും റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. എങ്കിൽ ചില ടൈമിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസിൻ്റെ പൊസഷന് ഫിസിക്കലി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല, ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയില്ല. അത്തരം ഡെലിവറീസിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗോഡൗണിൻ്റെ കീ ഹാൻഡ് ഓവർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന ഗോഡൗണ് പെയിൻറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്ടറിന് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗോഡൗൺ അവിടെ ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മളത് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടോ. സോ ഇവിടെ ആക്ച്വൽ ഡെലിവറിയും ആവാം കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. എന്നാലും ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെലിവറി നിർബന്ധമാണ്. ദെൻ ഡെലിവറി ഓഫ് ഗുഡ്സും ആയിരിക്കും. ദെൻ ഡെലിവറി ഓഫ് ഗുഡ്സ് മസ്റ്റ് ബി ഫോർ സം പർപ്പസ് ആൻഡ് അപ്പോൺ എ കോൺട്രാക്റ്റ്.
ദെൻ ഡെലിവറി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ ഡെലിവറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കും. ചില കേസിൽ നമ്മൾ പറയുന്ന പോലെ ബൈക്കോ കാറോ ഒക്കെ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ചില കേസിൽ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടീസ് നമ്മൾ എവിടേക്കെങ്കിലും ദൂരേക്കൊക്കെ പോവുകയാണ്, നമ്മുടെ നെയ്ബേഴ്സിനെ അതിനെ കസ്റ്റഡി ഉദ്ദേശിച്ചുകൊണ്ട് സേഫ് കസ്റ്റഡി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. സോ അങ്ങനെ സേഫ് കസ്റ്റഡി ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യാം. സോ ഈ ബെയിൽമെൻറ്റിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കും. സോ ആ ഉദ്ദേശം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരിയഡ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു വാങ്ങുകയും ചെയ്യും. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ്, അതാണ് പറഞ്ഞത്. ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തിരിച്ചു വാങ്ങലും കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ ഭാഗമാണ്. ദെൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡും ആവാം ഇംപ്ലൈഡും ആവാം. അവിടെ ഒരു റിട്ടേൺ അഗ്രിമെൻറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന ഡ്രസ് മെറ്റീരിയൽസ് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടു കൊടുത്താൽ അവിടെ നമ്മൾ അഗ്രിമെൻറ്റിലൊന്നും എൻ്റർ ചെയ്യുന്നില്ല. പക്ഷേ അതവിടെ ഇംപ്ലൈഡ് ആണ്. നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് കൊണ്ടു കൊടുത്താൽ അവരൊരു ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് തരും, നമ്മളത് അന്ന് പോയി വാങ്ങാം. സോ അത് എക്സ്പ്രസ്ഡ് ആകാം, ദെൻ ഇംപ്ലൈഡും ആകാം. ദെൻ നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിൽ പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ ആ പ്രോപ്പർട്ടീൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദെൻ മൂവബിൾ ഗുഡ്സ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് കവർ ചെയ്യുന്നത് മൂവബിൾ ഗുഡ്സ് ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ് ഒന്നും നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് പരിഗണനയിൽ വരുന്നില്ല. അടുത്തത് കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റിൻ്റെ ചില ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ദെൻ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്തുള്ള റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ്റെ ബേസിൽ ബെയിൽമെൻറ്റ് രണ്ട് തരത്തിലാണുള്ളത്. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റും നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റും. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റെമ്യൂണറേഷനോ ചാർജോ ഒന്നും ഈടാക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത മീൻസ് എന്തെങ്കിലും ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് നമ്മുടെ ബൈക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് ആണ്. അതേസമയം നമ്മുടെ ഡെലിവറി അതിന് ഒരു എമൗണ്ട് ഈടാക്കിക്കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ കാറോ ബൈക്കോ ഒക്കെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അത് വാടകയ്ക്ക് കൊടുക്കുക, ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ടൈം പീരീഡിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ ഈടാക്കുന്നുണ്ടാവും. സോ അതാണ് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ്. സോ ഫ്രീ ആയിട്ട് ഒരു എമൗണ്ടും ചാർജ് ചെയ്യാതെയാണ് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഗ്രാറ്റ്യൂഷ്യസും, റിവാർഡ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റും ആയിരിക്കും. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ബെനഫിറ്റ്സ്, അതായത് ആ ബെയിൽമെൻറ്റിൽ ബെനിഫിറ്റ് ആർക്കാണോ കിട്ടുന്നത് അതിൻ്റെ ബേസിലും ബെയിൽമെൻറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു കേസ് എന്ന് പറയുന്നത് ബെയിൽമെൻറ്റ് മേ ബി ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനഫിറ്റ് ഓഫ് ദി ബെയിലർ. ബെയിലറിൻ്റെ ബെനഫിറ്റിന്, ബെയിലർ എന്ന് പറഞ്ഞാൽ ആ ഡെലിവറി ചെയ്യുന്ന വ്യക്തി, അവരുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാകാം ചില ബെയിൽമെൻറ്റ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും സേഫ് കസ്റ്റഡി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ നെയ്ബറിനെ ഏൽപ്പിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബെയിലറിൻ്റെ മാത്രം ബെനഫിറ്റാണ്. അതായത് ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ സേഫായിട്ട് വെക്കുക എന്നുള്ളത്. സോ ബെയിലറിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാകാം ബെയിൽമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, എക്സ്ക്ലൂസീവ് ബെനഫിറ്റ് ഓഫ് ബെയിലി. ബെയിലിൻ്റെ ബെനഫിറ്റിന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ബൈക്ക് നമ്മുടെ ഫ്രണ്ടിന് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയിലിക്ക് മാത്രമാണ് അവിടെ ബെനഫിറ്റ് ഉള്ളത്. അവിടെ നമ്മൾ എന്തെങ്കിലും റിവാർഡ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ട് പാർട്ടീസിനുണ്ടാവും. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ചാർജും ഈടാക്കാതെ നമ്മുടെ ഫ്രണ്ടിന് നമ്മുടെ ബൈക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബെയിലിൻ്റെ ബെനഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കും. ദെൻ മ്യൂച്വൽ ബെനഫിറ്റ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. രണ്ട് പാർട്ടീസിനും, ബെയിലർക്കും ബെയിലിക്കും ബെനഫിറ്റ് വരുന്ന തരത്തിലും ബെയിൽമെൻ്റ് ആകാം. നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ ആ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന വ്യക്തിക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും, നമുക്ക് നമ്മുടെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടും ചെയ്യും. സോ ബെയിലറിൻ്റെ ബെനഫിറ്റിന് വേണ്ടി മാത്രമുള്ള ബെയിൽമെൻ്റ് ആകാം, ബെയിലിൻ്റെ ബെനഫിറ്റിന് മാത്രമുള്ളതാകാം, ദെൻ രണ്ട് പാർട്ടീസിൻ്റെ ബെനഫിറ്റും കൂടി കവർ ചെയ്യുന്ന ബെയിൽമെൻറ്റും ആവാം. അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് രണ്ട് പാർട്ടീസാണുള്ളത്, ബെയിലറും ബെയിലി. ബെയിലർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയാണ്. ദെൻ ആർക്കാണോ ഡെലിവറി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ബെയിലി എന്ന് പറയുന്നത്. സോ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടീസിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും റൈറ്റ്സും ഉണ്ടായിരിക്കും.
സോ ബെയിലറിൻ്റെ ഡ്യൂട്ടീസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു ഡിസ്ക്ലോസ് നോൺ ഡിഫെക്ട്സ് ഇൻ ഗുഡ്സ്. സെക്ഷൻ 150 പറയുന്നത് ബെയിലർ ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫെക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് തന്നെ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിനും നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിൻ്റെ കേസിലും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ്, ഒരു റിവാർഡും ഈടാക്കാതെയാണ് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. സോ അതിൻ്റെ കേസിൽ നമ്മൾ ഡിഫെക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷേ ഡിസ്ക്ലോസ് ചെയ്യാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വിഷയമായിട്ട് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ വരുന്നില്ല. പക്ഷെ അതേസമയം നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് നമ്മൾ റിവാർഡ് ചാർജ് ചെയ്യുന്നുണ്ട്. സോ അത്തരം കേസിൽ നമ്മൾ എന്തെങ്കിലും ഡിഫെക്ട്സ് പറയാതിരുന്നാൽ അത് ആ ബെയിലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ആയിട്ട് വരും. സോ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിലാണെങ്കിലും നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിലാണെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ ചില കേസിൽ അത് ബെയിലറിൻ്റെ ശ്രദ്ധയിൽ പെടാത്ത ചില ഡിഫെക്ട്സ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഡിഫെക്ട്സുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ ഒരു പ്രോബ്ലം ആവാറില്ല. പക്ഷേ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ അങ്ങനെ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടായിട്ട് അത് നമ്മൾ ഇൻഫോം ചെയ്യാതിരുന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ബെയിലിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബെയിലറുടേതായിട്ട് മാറും. ദെൻ ടു ബിയർ ഓർഡിനറി എക്സ്പെൻസസ്. നമ്മൾ ബെയിൽമെൻറ്റിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡിനറി എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നത് ബെയിലറായിരിക്കും. ദാറ്റ് മീൻസ് അത് ഈ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിൻ്റെ കേസിലാണ് അങ്ങനെ വരുന്നത്. അതായത് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസും ഉണ്ടാകാം, ഓർഡിനറി എക്സ്പെൻസും ഉണ്ടാവാം. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ ഓർഡിനറി എക്സ്പെൻസ് ആയാലും അത് ബെയിലറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. പക്ഷേ നോൺ ഗ്രാറ്റ്യൂഷ്യസ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഓർഡിനറി എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന ബെയിലിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതാര് മീറ്റ് ചെയ്യേണ്ടി വരും? ബെയിലർ മീറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി അയാളുടെ ഹോഴ്സിനെ അയാൾ കുറച്ച് സമയത്തേക്ക് അയാളുടെ വീട്ടിലുണ്ടാവുന്നില്ല. സോ അയാളുടെ നെയ്ബറിനെ ഏൽപ്പിച്ച് ഒരു ദിവസത്തേക്ക് നെയ്ബറിനെ ഏൽപ്പിച്ച് പോവുകയാണ്. സോ ആ നെയ്ബറിന് കൊടുക്കുന്നത് യൂസ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു ചാർജും ഈടാക്കാതെ ആണ് നമ്മുടെ നെയ്ബർ നമുക്ക് ആ ഹോഴ്സിനെ കെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഗ്രാറ്റ്യൂഷ്യസ് ആണ്. സോ അത്തരം കേസിൽ ആ ഹോഴ്സിനുള്ള ഈവൺ ഓർഡിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, ഫീഡ് ചെയ്യേണ്ട സാധനങ്ങൾക്കൊക്കെ ചിലവ് ആര് കൊടുക്കേണ്ടി വരും? ഈ പറയുന്ന ബെയിലർ കൊടുക്കേണ്ടി വരും. പക്ഷെ അതേസമയം നമ്മൾ ആ ഹോഴ്സിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയ്ബറിന് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡിനറി എക്സ്പെൻസ് ആയുള്ള ഫീഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആര് തന്നെ മീറ്റ് ചെയ്യണം? ബെയിലി തന്നെ മീറ്റ് ചെയ്യണം. പക്ഷേ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്, ഫോർ എക്സാമ്പിൾ ആ ഹോഴ്സിന് വയ്യാതായി ദെൻ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ആണ്. സോ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് എന്തെങ്കിലും ബെയിലി മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ബെയിലർ തിരിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ ഓർഡിനറി എക്സ്പെൻസ് പോലും ബെയിലർ കൊടുക്കേണ്ടി വരും. പക്ഷേ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് കേസിൽ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസേ ബെയിലർ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ പറയുന്നത് ടു ഇൻഡംനിഫൈ ബെയിലി. അതായത് ചില കേസുകളിൽ ബെയിലർ അയാളുടെ കറക്റ്റ് ഓണർഷിപ്പിൽ ഉള്ള ഒരു പ്രോപ്പർട്ടി അല്ല കൊടുത്തത് എന്നുണ്ടെങ്കിൽ, അതായത് ഡിഫക്റ്റീവ് ടൈറ്റിൽ ഒരു പ്രോപ്പർട്ടിയാണ് ഡെലിവറി ചെയ്തത്. സോ അതുമായി ബന്ധപ്പെട്ട് ബെയിലിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ കറക്റ്റ് ഓണർ വന്നിട്ട് ബെയിലിയുമായി പ്രശ്നം ഉണ്ടാവുകയും ബെയിലിൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് എമൗണ്ട് ത്രൂ കോർട്ട് അത് ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് ബെയിലി മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഡിഫക്റ്റീവ് ടൈറ്റിൽ കാരണം ബെയിലി എന്തെങ്കിലും എമൗണ്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ലോസ് എന്ന് പറയുന്നത് ബെയിലർ ഇൻഡംനിഫൈ ചെയ്യണം. ദെൻ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ ബെയിലർ ഗുഡ്സ് ഡെലിവറി ചെയ്യുകയും ആ ഒരു ടൈം പീരിയഡിൻ്റെ തൊട്ട് മുമ്പേ ബെയിലർ അത് നിർബന്ധമായിട്ട് തിരിച്ചു വാങ്ങുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ദെൻ അവിടെ റിവാർഡ് ചാർജ് ചെയ്തുള്ള നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ
ആ യൂസ് ചെയ്ത കാലത്തിനുള്ള റിവാർഡ് മാത്രമേ ശരിക്ക് ബെയിലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2000 രൂപയ്ക്ക് ഒരു ബൈക്ക് ഒരു 1 വീക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിന് കൊടുത്തു. സോ 1 വീക്കിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബെയിലർ ഈ പറയുന്ന ബൈക്ക് വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങണം. അപ്പോൾ 2000 രൂപ കൊടുത്തിട്ടുള്ളത് 1 വീക്കിനാണ്. 5 ദിവസം യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു 1800 രൂപയുടെ പ്രൊപ്പോർഷണൽ ആയിട്ട് 1800 രൂപയുടെ യൂസേ ആർക്ക് ഉണ്ടായിട്ടുള്ളൂ? ബെയിലിക്ക് ഉണ്ടായിട്ടുള്ളൂ. സോ ആ ഡിഫറൻസ് 200 രൂപ. അത് എന്തുകൊണ്ടാണ് ഈ ബെയിലിക്ക് തിരിച്ചു വാങ്ങാമെന്ന് പറയുന്നത്? ബെയിലർ ആ ടൈം പീരിയഡിന് മുമ്പേ ആ ഡെലിവറി ടേക്ക് ബാക്ക് ചെയ്തതുകൊണ്ട്. സോ അത്തരം കേസിൽ ആ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ബെയിലിക്ക് ബെനിഫിറ്റ് കിട്ടാതിരുന്ന ആ പീരിയഡിലേക്കുള്ള പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള റിവാർഡ് തിരിച്ച് ബെയിലിക്ക് കൊടുക്കണം ബെയിലർ. അതാണ് ഇൻഡംനിഫൈൻ്റെ മറ്റൊരു കേസ് എന്ന് പറയുന്നത്. സോ ഡിഫക്റ്റീവ് ലോസ് വരുമ്പോഴും ഈ പറയുന്ന ബെയിലർ ഇൻഡംനിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ബെയിലർ ഡെലിവറി കൊടുത്ത പ്രോപ്പർട്ടി ആ ഒരു ടൈം പീരിയഡ് എത്തുന്നതിന് മുമ്പേ തിരിച്ചു വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും ഇൻഡംനിഫൈ ചെയ്യേണ്ടി വരും. ദെൻ ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് തിരിച്ചു വാങ്ങുക എന്നുള്ളതും ഈ പറയുന്ന ബെയിലറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ എന്തെങ്കിലും മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ടൈം പീരിയഡ് എത്തിയാൽ നമ്മൾ വാങ്ങും. അത് റിസീവ് ബാക്ക് എന്നുള്ളത് ബെയിലറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ടു ബിയർ ദ റിസ്ക്. ടു ബിയർ ദ റിസ്കിൽ പറയുന്നത് നമ്മൾ ഡെലിവറി ചെയ്ത പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നോർമലി ഉണ്ടാകുന്ന ചില ലോസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ്, ഇപ്പോൾ കെമിക്കൽ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോർമലി ഉണ്ടാകുന്ന ലോസ്, അതായത് അൺഅവോയ്ഡബിൾ ലോസ്, നമുക്കത് ഒഴിവാക്കാൻ പറ്റൂല. അത്തരം ലോസുകളൊക്കെ എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ബെയിലർ തന്നെ മീറ്റ് ചെയ്യണം. അതൊരിക്കലും ബെയിലിൻ്റെ ഡ്യൂട്ടി ആവുന്നില്ല. പക്ഷേ ബെയിലി ആ റിസ്ക് കുറക്കാൻ ഉള്ള മാക്സിമം എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു പോയിന്റ്. സോ എന്തെങ്കിലും നോർമൽ റിസ്ക് മീറ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ആരുടെ ഡ്യൂട്ടി ആയിരിക്കും? ബെയിലറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. പക്ഷേ ബെയിലി അത് മാക്സിമം കുറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എടുത്തിരിക്കണം. അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലി. ബെയിലിൻ്റെ ഡ്യൂട്ടീസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് ബെയിൽഡ്. അതായത് എന്താണോ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത്, എന്ത് ഗുഡ്സ് ആയാലും അത് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ കെയർ ആരുടെ ഡ്യൂട്ടി ആയിരിക്കും? ബെയിലിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. സോ അതിന് ഒരു കേടുപാടും വരാതെ നോക്കേണ്ടത് ബെയിലി ആയിരിക്കും. ദെൻ ഇതിലൊരു എക്സംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, ചില കേസിൽ ബെയിലിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസൊക്കെ അവർ നന്നായി സൂക്ഷിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കട്ടുപോയാൽ അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് ബെയിലറാണ് വഹിക്കേണ്ടത്. അതായത് ബെയിലി റീസണബിൾ കെയർ എടുത്തിട്ടും ഈ പറയുന്ന പ്രോപ്പർട്ടി കളവ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബെയിലിൻ്റെ ഉത്തരവാദിത്തമല്ല. അതേസമയം ബെയിലിൻ്റെ നെഗ്ലിജൻസ് കൊണ്ടാണ് ആ സാധനം കളവ് പോയത് എന്നുണ്ടെങ്കിൽ ബെയിലി ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ. ദെൻ നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് ബെയിൽഡ്. നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ആ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു യൂസും ആര് ചെയ്യാൻ പാടില്ല? ബെയിലി ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് അവരുടെ ബൈക്ക് യൂസ് ചെയ്യാൻ ഒരു 1 മന്തിന് യൂസ് ചെയ്യാൻ കൊടുത്തു വിചാരിക്കാം. ദെൻ അതിൽ കോൺട്രാക്റ്റ് പ്രകാരം എ പറഞ്ഞിട്ടുണ്ട് ബിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. ദെൻ ബി എന്ത് ചെയ്തു? അവരുടെ ഫ്രണ്ടായിട്ടുള്ള സിക്ക് ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുകയും അത് എ കാണുകയും ചെയ്തു. സോ എക്ക് എന്ത് ചെയ്യാം? ഈ ബെയിലിയെ അതിനുള്ള ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ആ ക്ലെയിം റൈറ്റിലേക്ക് പോകണ്ട, എന്താ പറയുന്നുള്ളൂ? ബെയിലിൻ്റെ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ ഒരു അൺഓതറൈസ്ഡ് യൂസ് വരുത്താൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നോട്ട് ടു മിക്സ് ഗുഡ്സ് ബെയിൽഡ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. ദെൻ ബെയിലർ കൊടുത്തിട്ടുള്ള ഗുഡ്സ് അതേ സാധനങ്ങൾ ബെയിലിൻ്റെ കേസിൽ കയ്യിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില കേസിൽ അത് മിക്സ് ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ടാവും. സോ അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ബെയിലിൻ്റെ മറ്റൊരു ഡ്യൂട്ടി. ബെയിലർ കൊടുത്തിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബെയിലിൻ്റെ സ്വന്തം ഗുഡ്സിനോടോ പ്രോപ്പർട്ടിയുമായിട്ടോ മിക്സ് ചെയ്യാൻ പാടില്ല.
ഇനി മിക്സ് ചെയ്യുന്ന കേസുകൾ പറയുന്നത്, അഥവാ മിക്സ് ചെയ്യുന്നത് ബെയിലറിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ ആ മിക്സ് ചെയ്ത പ്രോപ്പർട്ടി പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് അവർ ഷെയർ ചെയ്തെടുക്കുക പിന്നീട് ബെയിലറും ബെയിലിയും. ഇനി ബെയിലറിൻ്റെ സമ്മതം കൂടാതെയാണ് ഈ ബെയിലി ഗുഡ്സ് മിക്സ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ആ ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ബെയിലർ ചോദിക്കുമ്പോൾ ആ ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വരികയാണ്, സെപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ഉള്ളത് ആര് മീറ്റ് ചെയ്യേണ്ടി വരും? ബെയിലി മീറ്റ് ചെയ്യേണ്ടി വരും. ഇനി ബെയിലറിൻ്റെ സമ്മതമില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട് ബെയിലി, ദെൻ ആ ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോസ് ആര് മീറ്റ് ചെയ്യേണ്ടി വരും? ബെയിലി മീറ്റ് ചെയ്യേണ്ടി വരും. സോ നോർമലി ബെയിലി ആ ഗുഡ്സ് ബെയിലിൻ്റെ ഗുഡ്സുമായി മിക്സ് ചെയ്യാതിരിക്കണം. ഇനി മിക്സ് ചെയ്തത് ബെയിലറിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് അവർ എത്രയാണോ ഗുഡ്സ് ഓരോരുത്തരുടെയും മിക്സ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അതിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് ആ മിക്സ് ചെയ്ത ഗുഡ്സ് ഷെയർ ചെയ്ത് പോവുക. ഇനി ബെയിലറിൻ്റെ കൺസെൻറ്റ് കൂടാതെയാണ് ചെയ്തിട്ടുള്ളത്, ആ ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ പ്രോബ്ലം ഇല്ല, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ബെയിലർ ചോദിക്കുമ്പോൾ ബെയിലറിന് തിരിച്ചു കൊടുത്താൽ മതി. പക്ഷേ സെപ്പറേഷൻ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യണം? ബെയിലി മീറ്റ് ചെയ്യണം. ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സാണ് ബെയിലി മിക്സ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ബെയിലറിനുള്ള ലോസ് ഈ ബെയിലി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ദെൻ ടു റിട്ടേൺ ദ ഗുഡ്സ്, ഡെലിവറി ചെയ്ത ഗുഡ്സ് റിട്ടേൺ ചെയ്യുക എന്നുള്ളത് ബെയിലിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം എന്തിനായിരുന്നോ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബെയിലി ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. ദെൻ നോട്ട് ടു സെറ്റപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ, ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തേർഡ് പാർട്ടി വന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊരിക്കലും അവർക്ക് എടുത്ത് കൊടുക്കാൻ പാടില്ല. സോ ആ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അഡ്വേഴ്സ് ടൈറ്റിലോ കാര്യങ്ങളോ ഒന്നും നമ്മളായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ മൂന്നാമതൊരാൾ വന്ന് അതിൻ്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് ബെയിലറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകണം. അല്ലാതെ മൂന്നാമതൊരാൾ ചോദിച്ചപ്പോൾ എന്നാൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളത് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. ദെൻ ടു റിട്ടേൺ എനി അക്രിയേഷൻ ടു ദി ഗുഡ്സ് ബെയിൽഡ്, ദെൻ ബെയിലിൻ്റെ കയ്യിലുള്ള ഗുഡ്സിൻ്റെ എന്തെങ്കിലും അക്രിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോഴ്സിനെ കൊടുത്തു വിചാരിക്കുക നെയ്ബറിൻ്റെ കയ്യിൽ, ദെൻ നെയ്ബർ തിരിച്ചു വന്നപ്പോഴേക്കും ആ ഹോഴ്സിന് ഡെലിവറി കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. സോ ആ കുഞ്ഞ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബെയിലിക്ക് റീറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, അതുകൂടി ആർക്ക് കൊടുക്കണം? ബെയിലർക്ക് കൊടുക്കണം. സോ ഗുഡ്സ് ബെയിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമോ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കേസിൽ അത് അനിമൽസിൻ്റെ കേസിലാണ് നോർമലി വരുന്നത്. സോ അത്തരം എന്തെങ്കിലും അക്രിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഈ ഗുഡ്സിൻ്റെ കൂടെ തിരിച്ചു കൊടുക്കണം. അതാണ് ബെയിലിൻ്റെ മറ്റൊരു ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബെയിലറിൻ്റെ ഡ്യൂട്ടീസും ദെൻ ബെയിലിൻ്റെ ഡ്യൂട്ടീസും പറയാനുള്ളത്. ഇനി അവരുടെ റൈറ്റ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.